ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. റെസ്റ്റോറൻറ്റിലെ ബോയ് മിയോന് വേണ്ടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവനിങ്ങനെ കുറച്ചു നേരം അവളെ നോക്കിയിരിക്കും, എന്നിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. അവളെയാണെങ്കിൽ ഇങ്ങനെ കരച്ചിലിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിലെ ബോയ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കറിയാമായിരുന്നു തുടക്കത്തിൽ തന്നെ അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാകും. അവളുടെ പല മുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ ചിരിക്കുമ്പോഴുള്ള മുഖം, അവൾ മറ്റുള്ളവരോട് കൈൻഡായിട്ടിരിക്കുമ്പോഴുള്ള മുഖം, അവൾ പ്രണയത്തിലായിരിക്കുമ്പോൾ ഉള്ള മുഖം എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവളുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. മിയോ ഇവിടെ ആർട്ട് റൂമിലായിരിക്കുമ്പോൾ ചിയാക്കി അവളുടെ അടുത്തേക്ക് വരികയാണ്. ചിയാക്കി ആദ്യം തന്നെ സോറി പറയും അന്ന് റാഷായിട്ട് സംസാരിച്ചതിന്. മിയോ അത് സാരമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ചിയാക്കി വീണ്ടും പറയും, ഞാൻ അന്ന് പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മിയോ ചോദിക്കും, ഇത് പറയാനായിട്ടാണോ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേ? അപ്പോൾ ചിയാക്കി പറയും, അല്ല, ആർട്ട് ഫെസ്റ്റിവലിന് അടുത്ത് വരികയല്ലേ, നീ എന്താ ഉണ്ടാക്കുന്നത്, എന്നിട്ട് മനസ്സിലെന്താ ഉള്ളത്, അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. അത് കഴിഞ്ഞ് അന്ന് രാത്രി അവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ സീനിയർ ചിയാക്കിയോട് ചോദിക്കുന്നുണ്ട് ഏത് മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അവരുടെ ടീച്ചർ തന്നെ ചിയാക്കിയെക്കുറിച്ച് ഇങ്ങനെ പ്രൗഡായിട്ട് പറയുകയാണ്, അവൾ ഓവർസീസും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ടാലൻ്റ് ഉള്ള കുട്ടിയാണെന്ന് പറയുന്നത്. അപ്പം മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ഭയങ്കര അമേസിങ് ആണല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ചിയാക്കി പറയും, കൊസാക്കയുടെ ടൂർ എക്സിബിഷന് വേണ്ടിയിട്ടും അവൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്വന്തം കാര്യം നോക്കാത്ത ഒരാളെ ടേക്ക് കെയർ ചെയ്യുക എന്ന് പറയുന്നതും ഒരു വലിയ കാര്യമാണ് എന്ന് ചിയാക്കി പറയുന്നുണ്ട്. അപ്പം മിയോ അവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ടീച്ചർ പറയാണ്, എൻ്റെ നെഫ്യൂ ഈ അടുത്താണ് ജപ്പാനിലേക്ക് വന്നത്, അവൻ ഇവിടെ മഷിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആർട്ട് ഇൻ റെസിഡൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ള ആൾ ചോദിക്കുകയാണ്, അതെന്താ? അപ്പോൾ മിയോ പറയും, അതായത് നമുക്ക് അവിടെ തന്നെ താമസിച്ചുകൊണ്ട് നമ്മുടെ ആർട്ട് വർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെല്ലാവരും കൂടി പോകാനായിട്ട് പ്ലാൻ ഇടുവാണ്. അത് കഴിഞ്ഞ് മിയോ അവരോടെല്ലാം ബായ് പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അവൾ റെസ്റ്റോറൻറ്റിലെ ബോയോട് കഴിഞ്ഞ ദിവസം കഴിച്ച ഡിന്നറിൻ്റെ പൈസ പേ ചെയ്യാനായിട്ട് വരുമ്പോൾ അവൻ പറയും, ഇല്ല, അതെൻ്റെ ട്രീറ്റാണ്, അത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, ഇനിയും അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോൾ വേണേലും നിനക്ക് ഇവിടെ വരാം എന്നവൻ പറയാണ്. അത് കഴിഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നായകൻ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഇവരുടെ കോൺവെർസേഷനൊക്കെ കേട്ടു. പിറ്റേന്ന് അവർ അങ്ങോട്ടേക്ക് ട്രിപ്പിന് പോവുകയാണ്. അവർ 2 കാറിലായിട്ടാണ് പോകുന്നത്. ഒരു കാറിലാണെങ്കിൽ നമ്മുടെ നായകനും ചിയാക്കിയും മിയോവും ആ റെസ്റ്റോറൻറ്റിലെ ബോയും ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ചിയാക്കി ഇങ്ങനെ കൊസാക്കിയോട് പറയുന്നുണ്ട്, നിന്റെ ഡ്രൈവിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ബാഴ്സലോണയിൽ വെച്ചിട്ട് നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഒരാൾ ലോക്കൽ വന്ന് നിന്റെ കോളറിൽ പിടിക്കുന്നതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, അത് നീ എനിക്ക് റോങ് ഡയറക്ഷൻ പറഞ്ഞു തന്നിട്ടല്ലേ എന്ന് കൊസാക്കിയും പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ബാക്ക് സീറ്റിലാണ് റെസ്റ്റോറൻറ്റ് ബോയും മിയോയും ഇരിക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ബോയ് അവളെ ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് അവൻ്റെ ക്യാമറയിലുള്ള പുതിയ ഡിഷിൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. അവരാദ്യമേ ചെല്ലുന്നത് പോട്ടറി മേക്കിങ്ങിലേക്കാണ്. അവരെല്ലാവരും കൂടി ഒരു കപ്പ് ഉണ്ടാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ റെസ്റ്റോറൻറ്റ് ബോയ് ഉണ്ടാക്കുന്നത് ഒരു ബൗളാണ്. അപ്പം മിയോ അവരെങ്ങനെ കളിയാക്കുന്നുണ്ട്, നീ ഒരു ബൗളാണ് ഉണ്ടാക്കിയതെന്നും പറഞ്ഞു. ഇവരിങ്ങനെ ഓരോന്നും പറഞ്ഞ് ചിരിച്ചിരിക്കുന്നത് കണ്ടിട്ട് നമ്മുടെ നായകന് ചെറുതായിട്ട് ജലസ് അടിക്കുന്നുണ്ട്. അവൻ അവിടെ ഇരുന്ന് ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരെ അല്ല അവളെ. അവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചിട്ട് നേരെ നോക്കുന്നതും അവൻ്റെ മുഖത്തേക്കാവും പോവും. അപ്പോൾ ഒരു ഓക്വേർഡ് ഫീൽ വരുന്നുണ്ട്. അവളൊന്നും മിണ്ടുന്നില്ല. അവരത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്, വേറൊരു പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ അവരവരുടെ കാറിലേക്ക് കയറുകയാണ്. മിയു നോക്കുമ്പോഴാണെങ്കിൽ കൊസാക്ക ചിയാക്കിക്ക് വേണ്ടിയിട്ട് ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ രീതിയിലെങ്കിലും അവളിങ്ങനെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് പോയി അവളോട് ചോദിക്കുകയാണ്, നമുക്ക് ഒരു ചെറിയ ട്രക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അവളങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് ആയി ആ ട്രക്കിൻ്റെ പുറകിൽ ഇങ്ങനെ കയറുന്നത് കൊസാക്കയെ നോക്കി നിൽക്കുന്നുണ്ട്. അവർ ഗ്രോസറി ഷോപ്പിങ്ങിനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഒരു സ്ഥലത്ത് അവർ പാർക്ക് ചെയ്യാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് സ്കൾപ്റ്റിങ്ങിലേക്ക് തിരിഞ്ഞത്? അപ്പോൾ മിയ പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സെർട്ടേൺ ആയിട്ടുള്ള കാര്യമാണ് ഇഷ്ടം, എന്തെങ്കിലും സ്റ്റേബിളായിട്ട് ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആ ഫീലിംഗ് മനസ്സിലാവും, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും എന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുകയാണ്, അവന് ടോക്കിയോയിലൊരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിയോ പറയുന്നുണ്ട്, അതെയോ, എന്ത് അമേസിംഗ് ആണ്. അവൻ പറയുന്നു, എൻ്റെ ഡ്രീമായിരുന്നു, ശരിക്കും എൻ്റെ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അവൾ പറയും, ശരിക്കും നീ നിൻ്റെ ഡ്രീമിലേക്ക് അടുക്കുകയാണല്ലോ. അപ്പോൾ അവൻ പറയും, ശരിക്കും എനിക്ക് ഇവിടെ നിന്ന് പോകാനായിട്ടും ഇഷ്ടമല്ല, കാരണം കാമക്കുര എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിവിടെ മിസ് ചെയ്യും എന്ന് പറയാണ്. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അവരെല്ലാം ഹോട്ട് ബാത്തിന് പോവുകയാണ്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ബോയിയും കൊസാക്കയും ഉണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ് ബോയ് പറയാണ് അവനോട്, എനിക്ക് മിയോനെ ശരിക്കും ഇഷ്ടമാണ്. അപ്പോൾ കൊസാക്ക അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരാളെ ശരിക്കും ഇഷ്ടമാണെന്ന് എങ്ങനെ ഇത്ര കെയർലെസ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്?
റെസ്റ്റോറൻറ്റ് ബോയ് അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കെയർലെസ് ആയിട്ട് പറഞ്ഞതല്ല. അപ്പോൾ കൊസാക്ക് ചോദിക്കും, നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? റെസ്റ്റോറൻറ്റ് ബോയ് പറയും, എനിക്ക് അവളെ ശരിക്കും ഹാപ്പിയാക്കാനായിട്ട് കഴിയും. നീ അതിനിടയിൽ വന്നിട്ട് അവളെ ഹേർട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ കൊസാക്ക് തിരിച്ചു ചോദിക്കും, അവൾ ഹേർട്ട് ചെയ്തിരിക്കുകയാണോ? ഞാൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് കൊസാക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് ഒരു പോട്രി മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാർബിക്യൂ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. മിയോ അവിടെ ഉണ്ട്. കൊസാക്ക അവളുടെ അടുത്തേക്ക് ചെന്നിരിക്കും. അവൻ ചോദിക്കും, നിനക്ക് റുക്കി ഇഷ്ടമാണോ? റുക്കി എന്ന് പറയുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ബോയുടെ പേര്. അപ്പോൾ മിയോ അറിയും, നിനക്കൊന്നും തന്നെ അറിയില്ല. അവൻ ചോദിക്കും, എനിക്കറിയണം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ മിയോ തിരിച്ച് ചോദിക്കും, നിനക്കെന്താ ഉദ്ദേശം? നീയും ചിയാക്കിയും തമ്മിൽ എന്താ അപ്പോൾ കൊസാക്ക പറയും, ചിയാക്കിയെ ഞാൻ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. അപ്പോൾ മിയോ ചോദിക്കുന്നുണ്ട്, അപ്പം ഞാനോ? കറക്റ്റ് സമയത്ത് ചിയാക്കി അവരെ വന്ന് വിളിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അവൾ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകും. അവർ ഫുഡൊക്കെ കഴിഞ്ഞിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിയാക്കിയും കൊസാക്കിയും അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അവളിങ്ങനെ വീഴാൻ പോകുമ്പോൾ അവൻ പിടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മിയോ കാണും. അത് കണ്ടിട്ട് അവൾ അങ്ങോട്ടേക്ക് മാറി പോവുകയാണ്. അത് റുക്കിയും നോട്ടീസ് ചെയ്യുന്നുണ്ട് മിയോ അങ്ങോട്ടേക്ക് മാറിപ്പോകുന്നത്. മിയോ അകത്ത് നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അങ്ങോട്ടേക്ക് റുക്കി വരും. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ? അപ്പോൾ അവൾ ഓക്കെ ആണെന്ന് പറയുകയാണ്. റുക്കി അവളുടെ അടുത്ത് നിന്നിരുന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുകയാണ് മിയോനോട്. അപ്പോൾ മിയോ അവനിങ്ങനെ നോക്കും. അവൻ പറയും, ആക്ച്വലി എനിക്ക് നിന്നെ ഒരുപാട് നാളായിട്ട് ഇഷ്ടമാണ്. അവളിങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുറത്തൊരു സൗണ്ട് കേൾക്കും. ചിയാക്കി വീഴുകയാണ് തറയിൽ. അവൾ ബോധം കേട്ടിട്ട് വീഴുകയാണ്. അപ്പോൾ കൊസാക്ക അവളെങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഉടനെ ആംബുലൻസ് വിളിക്കണം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അതോടെ ഈ എപ്പിസോഡ് കഴിയും. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കണം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.